അന്ധവിശ്വാസത്തിന്റെയും തട്ടിപ്പിന്റെയും മഹാ ഉത്സവമാണ് അക്ഷയതൃതീയ. അക്ഷയതൃതീയ ഈ വർഷവും കൊണ്ടാടാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. സാധാരണക്കാരായ മനുഷ്യരാണ് പലപ്പോഴും ഈ ശുദ്ധ അസംബന്ധത്തിൽ, ഈ തട്ടിപ്പിൽ ഇരയാകുന്നത്. അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിക്കൂട്ടുക എന്ന ഒരു ആഹ്വാനമാണ് ജുവലറികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശരിവെക്കും വിധം മാധ്യമങ്ങളിൽ പരസ്യങ്ങളും വന്നു പറയുന്നു. സാധാരണക്കാരായ മനുഷ്യർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവുന്നു. സമ്പന്നരായ മനുഷ്യർ അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെ സ്വർണം വാങ്ങിക്കൂട്ടാറുണ്ട്. പക്ഷെ ഈ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മഹാ അത്ഭുതം സംഭവിക്കും, നമ്മൾ ഈ ദിനത്തിൽ സ്വർണം വാങ്ങിക്കുന്നതോടെ ഈ ജന്മം മുഴുവൻ പുണ്യമായി തീരുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. നിർഭാഗ്യവശാൽ പാവപ്പെട്ട മനുഷ്യർ, ഒരു ഗതിയും പരഗതിയുമില്ലാത്ത മനുഷ്യർ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണക്കാരായ മനുഷ്യരാണ് ഏറ്റവും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അത്തരം മനുഷ്യരാണ് പലപ്പോഴും അക്ഷയതൃതീയ പോലുള്ള തട്ടിപ്പിൽ കുരുങ്ങിപ്പോകുന്നത്. ദയവ് ചെയ്ത് നമ്മളത് ചിന്തിക്കുക. യാതൊരുവിധ ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാതെ വെറും അന്ധവിശ്വാസത്തിന്റെ പുറത്ത് നടക്കുന്ന ഈ തട്ടിപ്പിൽ ആരും ചെന്ന് വീഴല്ലേ എന്നൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്.